ഹലോ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണേ. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് വന്ന ഒരു പാക്കറ്റാണ്. അത് പൊട്ടിച്ച് കാണിക്കുക. ഒരു ചെടി സ്റ്റാൻഡാണ്. എനിക്ക് സ്ഥലപരിമിതി വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് കുറേയേറെ ചെടികൾ ഓർക്കിഡാണെങ്കിലും ഹാങ് ചെയ്തിട്ടിരിക്കുക കുറേ. അപ്പോൾ കുറച്ച് ഓർക്കിഡ് നമ്മുടെ സാധാരണ ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു സ്റ്റാൻഡ് വാങ്ങിയത് അവധി ദിവസം ആയതുകൊണ്ട് എൻ്റെ കൊച്ചുമകളും ഉണ്ട് എൻ്റെ കൂടെ സഹായത്തിന്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് തരാനൊക്കെ എല്ലാവർക്കും വളരെ മടിയാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് ഞാൻ നോക്കിയിട്ട് ഞാൻ മെറ്റൽ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണ പൈപ്പൊക്കെ വാങ്ങിച്ച് വെൽഡ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാട്ടിൽ അത് ഒത്തിരി വലിയ ചിലവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചിലവിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. അത്യാവശ്യം ഈ ഒരു സ്റ്റാൻഡിൽ ഏതാണ്ട് ഒരു 12 ചട്ടി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ്. നല്ല ഉറപ്പുള്ള ഒരു സ്റ്റാൻഡുമാണ്. അതത് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് അവർ പേപ്പറിൽ കാണിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്റ്റാൻഡ്. ഒരാൾക്ക് തന്നെ പറ്റുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവധി ദിവസം ആയതുകൊണ്ട് എൻ്റെ മകളും ഉണ്ട്, കൊച്ചുമകളും ഉണ്ട് സഹായത്തിന് കൂടെ. നല്ല മെറ്റലാണ്. തന്നെയല്ല അതെൻ്റെ നിലത്ത് മുട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് ഈ റബ്ബറിൻ്റെ ബുഷ്, എന്താ അതിന് പറയേണ്ടത്, ബുഷ് പോലുള്ള അങ്ങനെയുള്ള ഒരു ഇത് കൊണ്ട് ഒന്ന് കയറ്റിയിടാനായിട്ട് അത്യാവശ്യം നല്ല ബലമുള്ള സ്റ്റാൻഡ് തന്നെയാണ്. അവധി ദിവസം ആയതുകൊണ്ട് എൻ്റെ കൊച്ചുമകളും ഉണ്ട്, എൻ്റെ മകളും ഉണ്ട് കേട്ടോ എന്നെ സഹായിക്കാൻ. ഒരാളെ കൊണ്ട് തന്നെ പറ്റുകയില്ല. ഇരുമ്പ് മെറ്റലാണല്ലോ, പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരാളെ കൊണ്ട് അത് എല്ലാം എടുത്ത് സ്ക്രൂ ചെയ്ത് വെക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. അതതിൻ്റെ സ്ക്രൂ ആണ്. പിന്നെ അതുപോലെ ഈ പൈപ്പിൻ്റെ 4 കാലിൻ്റെ അടിയിൽ വെക്കാനുള്ള റബ്ബർ കൊണ്ടുള്ള ഒരു ബുഷ്, അതങ്ങനെ ഒരു സാധനവും കൂടിയുണ്ട്. എന്തായാലും ഒരു സ്റ്റാൻഡിൽ 12 ചട്ടിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 4 സ്റ്റാൻഡ് ഇതേ രീതിയിലുള്ളത് വാങ്ങിയാൽ ഒരു 48 ചട്ടി വെക്കാം. അപ്പോൾ എൻ്റെ അത്രയും ആ ഒരു സൈഡ് ഒരു ഓർഡർ ആവുകയും ചെയ്യും. കുറേ കൂടി ഭംഗി, എൻ്റെ ഗാർഡനിൽ കുറച്ചുകൂടി ഭംഗിയാവുകയും ചെയ്യും. അപ്പം ആദ്യത്തെ സ്റ്റാൻഡൊന്ന് കണ്ടിട്ട് വേണ്ട അടുത്തത് ഓർഡർ ചെയ്യാൻ. എനിക്ക് ഒരു സൈഡ് സ്ഥലപരിമിതി കുറവായതുകൊണ്ട് ഒരു സൈഡിലൊരു 4 സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു കലാത്തിയ 48 ചട്ടി വെക്കാം. അപ്പോൾ 2 നിരയിൽ നമുക്ക് കലാത്തിയൊക്കെ വെച്ചാലും അതിന് താഴെ നമുക്ക് ഓർക്കിഡ് തന്നെ, സാധാരണ ചട്ടിയിൽ ഞാൻ കുറേ ഓർക്കിഡ് വളർത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ഓർഡറായിട്ട് കുറച്ചുകൂടി ഭംഗിയാവും എൻ്റെ ഗാർഡൻ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡൊന്ന് കണ്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഹായ് വീഡിയോ ഗൈസ്, ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടെ ഈ സാധനം ഞങ്ങൾ വലുതാക്കി വെച്ചതാണ്. പിന്നെ കുറേ ഉണ്ട്. 2 വിൻഡോസ് അല്ല 3 വിൻഡോസ് ഉണ്ട്. പിന്നെ 4 വിൻഡോസ്. 3 വിൻഡോസ് എന്ന് പറഞ്ഞാൽ 1 2 ഇവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ 3 വരെയായ കണ്ട്. ഓക്കെ, അവൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ അവളോട് ഒന്ന് പറയണമെന്നുള്ളൂ. അപ്പോൾ അത് ഞാനൊരു അവസരം കൊടുത്തതാണ്. ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു തരും കേട്ടോ. അണ്ണാറക്കണ്ണനും തന്നാലായതെന്നല്ലേ, സ്ക്രൂ എടുത്തുകൊണ്ട് തരും, കമ്പിയൊക്കെ ഒന്ന് പിടിച്ചു തരും, അത്യാവശ്യമൊക്കെ ചെയ്തു തരും. പുള്ളിക്ക് വലിയ താല്പര്യമാണ് അതിൽ. ഞാനിത് ഒരു സ്റ്റാൻഡേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ സാധാരണ നമ്മൾ ഇരുമ്പ് പൈപ്പ് വാങ്ങി അത് വെൽഡറെ വിളിച്ചിട്ട് അത് വെൽഡ് ചെയ്ത് തരുമ്പോഴൊക്കെ കുറച്ചുകൂടിയൊക്കെ ചിലവ് വരും. അപ്പോൾ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ചിലവ് കുറഞ്ഞ രീതി ഇതാണെന്ന് തോന്നി. നല്ല ഉറപ്പുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഒരു 4 സ്റ്റാൻഡ് കൂടി, ഒരു 3 കൂടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, പലപ്പോഴായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചിലവും വളരെ കുറഞ്ഞിരിക്കും. അത് ഒരു 4 സ്റ്റാൻഡാകുമ്പോൾ അതിലൊരു 48 ചട്ടി വെക്കാം. അപ്പോൾ കലാത്തിയ പോലുള്ള ചെടികളും എനിക്ക് വെക്കാം. അതിൻ്റെ കൂടെ 2 നിരയെ അങ്ങനെ കലാത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് ഓർക്കിഡ് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗി വരും എൻ്റെ ഗാർഡന്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഒക്കെ വളരെ ഇഷ്ടമായി.
സ്റ്റാൻഡൊക്കെ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. നല്ല ഉറപ്പുള്ള സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കലാത്തിയ പോലുള്ള ചെടിച്ചട്ടികൾ, അങ്ങനെ ഭാരമുള്ള ചെടിച്ചട്ടികൾ വെക്കാൻ നട്ടതാണ്. ഞാൻ പിന്നെ തൽക്കാലം കുറച്ച് പൂവുള്ള ഓർക്കിഡ് ചെടികൾ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലുള്ള വലിയ ചട്ടികൾ വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇതൊക്കെ ഹാങ് ചെയ്തിട്ടിരുന്നതാണ് ഒരു ഭംഗിക്ക് വേണ്ടി. ശരിക്കും ഞാനിത് ഇവിടെ സ്റ്റാൻഡിൻ്റെ സ്ഥാനം ഇവിടെയല്ല വെക്കുന്നത്, ഈ ചെടിയല്ല തൽക്കാലം. കുറച്ച് ഓർക്കിഡൊക്കെ വെക്കണം. അപ്പോൾ പിന്നീട് സ്റ്റാൻഡ് ശരിയായ രീതിയിലൊക്കെ വെച്ച് അതിൽ ചെടികളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരുന്നതായിരിക്കും കേട്ടോ.